നാലാമത്തെ ദിവസം ഞാൻ ഈ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ഓടക്കുഴൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഭഗവാന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ശ്രദ്ധയോടുകൂടി ഞാൻ വെച്ചുവെങ്കിലും അത് താഴത്തേക്ക് വീണു. വീണ്ടും അത് കഴുകി ഞാൻ ഒന്നുകൂടി വയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴും താഴത്തേക്ക് വീണു. എൻ്റെ ഒരു പരിചയക്കുറവ് കൊണ്ടാണ്, ഞാൻ ചെന്നിട്ട് 4 ദിവസമേ ആയുള്ളൂ. അപ്പോൾ എങ്കിലും ഒന്നുകൂടി കഴുകി വെച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വെച്ചപ്പോഴൊക്കെ അത് താഴത്തേക്ക് വീണു, കയ്യിലിരിക്കുന്നില്ല. പിന്നീട് വീണ്ടും ഞാൻ ഒന്ന് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തിരുമുടി മാലയും അലങ്കരിച്ച മാലയൊക്കെ ഒന്ന് മുമ്പിലേക്ക് വീഴാനായിട്ട് ഭാവിച്ചു, ഇളകി വീഴാൻ ഭാവിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ ഞാൻ നിലത്തിട്ടതിന് ശേഷം ഭഗവാന്റെ തിരുമുടി മാലയിലേക്കായി എൻ്റെ ശ്രദ്ധ. കാരണം അത് ഇളകി മുമ്പിലേക്ക് പോയാൽ ചന്ദനം ചാർത്തിയതെല്ലാം പോകും. ഓടക്കുഴൽ ഞാൻ താഴത്തിട്ടതിന് ശേഷം അതിലേക്ക് ശ്രദ്ധിച്ചു. എല്ലാം ഭംഗിയാക്കിയതിന് ശേഷം ഓടക്കുഴൽ വെച്ച് നട തുറക്കണം. പിന്നെ ഓടക്കുഴൽ വയ്ക്കാനായിട്ട് ഞാൻ എടുക്കുമ്പോൾ താഴത്ത് ഓടക്കുഴൽ കാണാനില്ല. ഞാൻ താഴത്തേക്ക് ഇട്ടതാണ്, കാണാനില്ല. പൊതുവേ ശ്രീകോവിലിൻ്റെ അകത്ത് ഈ വിളക്കിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇരുട്ട് കൂടുതലാണ്. അവിടെ താഴത്ത് മുഴുവൻ ഞാൻ ഓടക്കുഴൽ ശ്രദ്ധിച്ചു, കണ്ടില്ല. വീണ്ടും അവിടെ മുഴുവൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു കുടം വെള്ളം ഞാൻ ഒഴിച്ചു നോക്കി. വെള്ളം ഒഴിച്ചാൽ സ്വാഭാവികമായിട്ട് താഴത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇളകുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ താഴത്തൊന്നും കാണാനില്ല. അപ്പോൾ പൂവിൻ്റെ ഇടയിൽ ഉണ്ടോയെന്ന് പീഠത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കി. പൂവിൻ്റെ ഇടയിലൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ഒരു ഭയം ഉള്ളിൽ വന്നു. പെട്ടെന്നൊരു ഭയം വന്നു. ഓടക്കുഴൽ കാണാനില്ല, സമയം വൈകി, നട തുറക്കാറായി, എന്ത് ചെയ്യണം എന്നറിയില്ല. പല പല ചിന്തകളും പെട്ടെന്ന് ഉള്ളിൽ വന്നു. ഞാൻ ആ നിലത്തിരുന്നു കൊണ്ട്, ആ ചുമരിൽ ചാരി ഇരുന്നു കൊണ്ട് മുകളിലേക്ക് നോക്കി ഗുരുവായൂരപ്പ എന്ന് വിളിച്ചങ്ങോട്ട് കരഞ്ഞു. കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം, ഞാൻ അറിയാതെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. മനസ്സിൽ വളരെയധികം വേദന തോന്നി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഓടക്കുഴൽ ഗുരുവായൂരപ്പൻ്റെ കയ്യിലിരിക്കണം. വളരെയധികം ശ്രദ്ധിച്ച് വെച്ചാൽ പോലും ഇരിക്കാത്ത ആ ഒരു ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിലിരിക്കണം. ഞാനത് വലിച്ചു നോക്കിയിട്ട് അത് പോരണില്ല, അത്രമാത്രം ടൈറ്റായിട്ടിരിക്കണം, മുറുക്കി പിടിച്ചിരിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനാണ്. കാലത്ത് അദ്ദേഹത്തിന് ഭയങ്കര കളിയാണ് അതിൻ്റെ അകത്ത്. അദ്ദേഹത്തിന് അവിടെ കളിച്ചിരിക്കാം, പ്രയാസമൊക്കെ നമുക്കാണുള്ളത്. നമ്മൾ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം താഴത്തേക്ക് ഇടും, വീണ്ടും കയ്യിൽ കൊടുത്തപ്പോൾ വീണ്ടും താഴത്തേക്ക് ഇട്ടു. പിന്നെ ഞാൻ താഴത്തേക്ക് ഇട്ടപ്പോൾ അദ്ദേഹം ചാടി പിടിച്ച് കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു.